പശ്ചിമബംഗാളായിരുന്നു ഇത്തവണത്തെ BJP-യുടെ നാഷണൽ ടാർഗറ്റ്, കേരളമായിരുന്നില്ല. കേരളം 2031-ലോ 36-ലോ ആയിരിക്കാം ടാർഗറ്റ്. എന്താണ് BJP നേതൃത്വത്തിന്? BJPക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസാധ്യമായി അല്ല, ടാർഗറ്റിൻ്റെ ഇപ്പം 31ആണോ 33ആണോ എന്നുള്ളതൊന്നുമല്ല. പഞ്ചാബ് വരും ദിവസങ്ങളിൽ BJP ആവും. ത്രിപുരയിൽ 25 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാൻ കേവലം 2 വർഷം, ഏകദേശം 500 ദിവസമേ വേണ്ടി വന്നു. 2016-ൽ 3 MLA-മാരുണ്ടായിരുന്ന പശ്ചിമ ബംഗാളിൽ 3500 ദിവസം കൊണ്ട് 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ. നമസ്കാരം. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല, നേരത്തെ അക്കൗണ്ട് ഡബിൾ പൂട്ടിട്ടാണ് പൂട്ടിയതെന്ന CPM-ഉം കോൺഗ്രസും ഒരേപോലെ അവകാശപ്പെട്ടിരുന്ന സമയത്ത് BJP കേരളത്തിൽ 3 സീറ്റ് നേടി വലിയ ഭൂരിപക്ഷത്തിലേക്ക്, വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. BJP-യുടെ ജനറൽ സെക്രട്ടറി നമുക്കൊപ്പം ചേരുകയാണ്. എസ് സുരേഷ്. നമസ്കാരം സുരേഷ്. നമസ്കാരം സുരേഷ്, കഴിഞ്ഞ കുറേ കാലമായി പരിഹാസങ്ങളുടെ നടുവിലായിരുന്നു BJP സംസ്ഥാന നേതൃത്വം. നിങ്ങൾ ഒരു കാലത്തും BJP ഇവിടെ ഒരു സീറ്റ് പോലും നേടാൻ പോകുന്നില്ല, കോഴിമുട്ടയാണ് BJPക്ക് കിട്ടുമെന്നൊക്കെയായിരുന്നു പരിഹാസം സോഷ്യൽ മീഡിയയിലൂടെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ CPM-ൻ്റെ ഒക്കെ നേതൃത്വം. ഇപ്പം 3 സീറ്റ് കിട്ടി, വലിയ സന്തോഷം, വലിയ ആത്മവിശ്വാസം, BJP-യുടെ സംസ്ഥാന കാര്യാലയത്തിലുൾപ്പെടെ വലിയ ആഹ്ലാദപ്രകടനം നടന്നു. ഇപ്പം എന്ത് തോന്നുന്നു? ഞങ്ങളുടെ ഇപ്പോൾ കിട്ടിയ ഈ 3 സീറ്റ് എത്രയോ ദശാബ്ദങ്ങളായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീരബലിദാനികൾ, അവരുടെ സ്വപ്നമായിരുന്നു BJP കേരളത്തിൽ നിർണായകമായിട്ടുള്ളൊരു ശക്തിയായിട്ട് മാറണം, BJP കേരളത്തിൽ അധികാര സ്ഥാനങ്ങളിലെത്തണം. അത് അവരുടെ സ്വപ്നമായിരുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ധീരബലിദാനികളുടെ സ്മൃതിക്ക് മുമ്പിൽ ഉള്ള ആദരാഞ്ജലിയായിട്ടാണ് കേരളത്തിൽ BJPക്ക് കിട്ടിയ 3 സീറ്റുകളെ ഞാൻ കാണുന്നത്. രണ്ടാമത്, കേരളത്തിൽ ഇന്ന് BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ പദ്ധതിയെ കേരളം സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, 2024-ലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു MP-യെ ജയിപ്പിച്ചു തന്നു ഈ നാട്. അതിനുശേഷം അതോടൊപ്പം തന്നെ ഏകദേശം 20% വോട്ട് കേരളത്തിൽ നമുക്ക് നേടാൻ സാധിച്ചു. അതിനുശേഷം വന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്കൊരു മേയറെയും 2 മുനിസിപ്പൽ ചെയർമാൻമാരെയും അതോടൊപ്പം തന്നെ നിരവധി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു. 1000-ൽ പരം വരുന്ന ജനപ്രതിനിധികൾ താമര ചിഹ്നത്തിൽ ജയിച്ചു. BJPക്ക് കേരളത്തിലെ ജനത അധികാരം തരാൻ തയ്യാറാണ് എന്നൊരു വലിയ സന്ദേശമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്നത്. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ആഗ്രഹിച്ചത്, ഞങ്ങൾക്ക് കുറച്ച് MLA-മാർ വേണം. ഞങ്ങൾ ഇതിൽ കൂടുതൽ MLA-മാരെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്ന രീതിയിൽ 3 MLA-മാർ, അത് 3 പേരും, 2 പേർ, ഒരാൾ 18 വർഷക്കാലം രാജ്യസഭ അംഗമായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തി, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ. മറ്റൊരാൾ 6 വർഷക്കാലം രാജ്യസഭയിലും പാർലമെൻ്ററി കാര്യ വകുപ്പ് സഹമന്ത്രിയുമായിരുന്ന ഞങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ. മറ്റൊരാൾ പാർട്ടിയിലെ സാധാരണ തലത്തിൽ പ്രവർത്തിച്ച് ഏകദേശം 1 ദശാബ്ദക്കാലം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് മാതൃകാപരമായി വലിയ ഹൈ ലെവൽ പ്രൊഫൈലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു സാധാരണക്കാരനായിട്ടുള്ള പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ BV ഗോപകുമാർ. അങ്ങനെ 3 പേരാണ് ജയിച്ചു വന്നത്. ഈ 3 പേർ 30 MLA-മാരുടെ ശക്തിയാണ്. ഈ കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തി ഇനി NDയോടൊപ്പമാണ്, BJPയോടൊപ്പമാണ്. കേരളത്തിലെ ധർമ്മ അധർമ്മ സത്യാസത്യങ്ങളുടെ ആ പോരാട്ടത്തിൽ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും ഭാഗത്തു നിന്ന് കേരളത്തിലെ ജനതയുടെ വികാരം പ്രകടിപ്പിക്കാനും പ്രതിഫലിപ്പിക്കാനും കരുത്തരായിട്ടുള്ള 3 പേരെ കേരളം അസംബ്ലിയിലേക്ക് താമര ചിഹ്നത്തിൽ പറഞ്ഞുവിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ്, അഭിമാനത്തിൻ്റെ അങ്ങേയറ്റമാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ അങ്ങേയറ്റമാണ്. ഇത് ഞങ്ങളുടെ ഒരു തുടക്കമാണ്. 2016-ൽ പശ്ചിമ ബംഗാളിൽ ഞങ്ങൾക്ക് ഇതുപോലെ 3 MLA-മാരെയാണ് ജയിപ്പിക്കാൻ സാധിച്ചത്.
ആ പശ്ചിമ ബംഗാൾ ഇന്ന് 2/3 ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിൽ വരുന്ന സംസ്ഥാനമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു കേവലം 3500 ദിവസത്തിനുള്ളിൽ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഒരു വസന്തമില്ല കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഒരു യുവത്വമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണോ സംഭവിച്ചത് അത് കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കേരളത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന് ഉള്ള പ്രതിപക്ഷം, ജനകീയ പ്രതിപക്ഷം, അസംബ്ലിക്കുള്ളിലെ പ്രതിപക്ഷം, അതോടൊപ്പം തന്നെ സൈദ്ധാന്തികമായ ദാർശനികമായിട്ടുള്ള പ്രതിപക്ഷം, അത് BJP NDA ആയിരിക്കും. ഞങ്ങളുടെ ഈ 3 MLA-മാരായിരിക്കും അതിന് നേതൃത്വം നൽകുക. അങ്ങനെയുള്ളൊരു പുതിയ കേരളം ഈ അസംബ്ലിയോടുകൂടി രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റമാണ് ചാത്തന്നൂർ. പ്രത്യേകിച്ച് മീഡിയാസോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരോ ഒന്നും തന്നെ ഒട്ടും എക്സ്പെക്റ്റ് ഒരു പ്രഡിക്ഷൻ പോലും ഉണ്ടായിരുന്നില്ല. BJPയുടെ ചില കണക്കുകൾ വന്ന സമയത്ത് A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന നിലയിൽ ചാത്തന്നൂർ വന്നു എന്നല്ലാതെ അവിടെ ജയിക്കുമെന്നുള്ള ഒരു പ്രഡിക്ഷൻ ആരും തന്നെ പ്രത്യേകിച്ച് നടത്തിയിട്ടില്ല. ഇങ്ങനെയാണ് ചാത്തന്നൂരിലെ ഒരു വിജയം. അത് ഒരു അത്ഭുതം തന്നെയല്ലേ? ചാത്തന്നൂർ ഞങ്ങൾ ഗ്രൗണ്ടിൽ സജീവമായിരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി സജീവമായിരുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം അവിടെ സജീവമാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമാണ്. SNDPയുടെ യൂണിയൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഏകദേശം 2 ദശാബ്ദത്തോളമായിട്ട് അദ്ദേഹം ആ മേഖലയിൽ സജീവമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ BB ഗോപകുമാർ. അതിനോടൊപ്പം തന്നെ പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളും അവിടെ സക്രിയമായിരുന്നു. അവിടെ ഇലക്ഷന് മുന്നോടിയായിട്ട് ഏകദേശം 4ഓളം യോഗങ്ങളിൽ പല പ്രാവശ്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കൺവെൻഷനിലും പങ്കെടുക്കേണ്ടി വന്നത് ഞാനാണ്. നിശ്ചയിച്ച ആളിന് അസൗകര്യമുള്ളപ്പോൾ ഞാൻ ഇലക്ഷൻ ചാർജ് എന്ന ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. അവിടെ ഞങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് കൊട്ടിഘോഷിച്ചില്ല. അത് ശ്രീ BB ഗോപകുമാറും ആഗ്രഹിച്ചില്ല, അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും ആഗ്രഹിച്ചില്ല, BJPയുടെ സംസ്ഥാന ഘടകവും ആഗ്രഹിച്ചില്ല. അത് കൊട്ടിഘോഷിച്ച് നടക്കാൻ ഒരു മീഡിയ അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് സൈലന്റ് ജെയിൻ്റ് എന്നാണ്. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണിയെടുത്തു, പാർട്ടിയുടെ പണിയെടുത്തു. പക്ഷേ ഞങ്ങൾക്ക് അത് വ്യക്തമായിരുന്നു, നിയമം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് കഴക്കൂട്ടവും ചാത്തന്നൂരുമാണ് എന്നുള്ള കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിരുന്നു. അത് അതേപടി തന്നെ സംഭവിച്ചു. പക്ഷേ മറ്റു ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഈ CPMനെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന ഒരു സുനാമി. ആ സുനാമി അടിച്ച സമയത്ത് കടലിൽ നിന്ന് സുനാമി അടിച്ച് അപ്പുറത്ത് വേറൊരു കയത്തിലേക്ക് കൊണ്ടുപോയതിനിടയിൽ കരയിൽ ഞങ്ങൾക്ക് 3 MLA-മാരെ പിടിച്ചു നിർത്താൻ സാധിച്ചത് അത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ നേട്ടമായിട്ടാണ്. ഈ പാലക്കാടും മഞ്ചേശ്വരം ആണെങ്കിൽ 2 സ്ഥലത്തും CPMൻ്റെ വോട്ട് കാണാനേ ഇല്ല. രണ്ടും കൃത്യമായിട്ട് അത് കോൺഗ്രസ്സിന് UDFന് പോയിരിക്കുകയാണ്. അങ്ങനെയാണ് അവിടെ BJPയുടെ കാൻഡിഡേറ്റ്സിനെ തോൽപ്പിച്ചിരിക്കുന്നത്. CPMും കോൺഗ്രസുമായിട്ട് BJP ജയിക്കാൻ സാധ്യതയുണ്ട്. BJP പ്രധാന പോരാളിയായിട്ട് വരുന്ന BJP ജയിക്കും എന്ന് ബോധ്യമുള്ള സ്ഥലങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അത് സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെപ്പോലും വളരെ വീക്കായിട്ടുള്ള നേർച്ചയ്ക്ക് വേണ്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന അവസ്ഥയായിരുന്നു. അത് സ്വാഭാവികമായിട്ട് പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ളത് കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ചേശ്വരത്ത് ശ്രീ K സുരേന്ദ്രനെ തോൽപ്പിക്കാൻ അവർ കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഇപ്പോഴും അവർ ആ രീതിയിൽ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. കാസർഗോഡ് അസംബ്ലിയിലും അതുതന്നെയാണ് അവർ ചെയ്തത്. പാലക്കാട്ട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തതും ഏകദേശം അതേ രീതിയിലുള്ളൊരു സമീപനം തന്നെയാണ്. പക്ഷേ ഇത് അങ്ങോട്ട് വോട്ട് കൊടുക്കുന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് കിട്ടാൻ എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അവർ ശരിക്കും തേച്ചു തോന്നുന്നല്ലേ തിരിച്ച്? അതെ, ഈ മാർക്സിസ്റ്റ് പാർട്ടി ഏതോ ഒരു സ്വപ്ന ലോകത്തായിരുന്നു. അവർക്ക് ഗ്രൗണ്ടിൽ നിന്ന് അവരുടെ അടിവേരും മണ്ണും ഒക്കെ ഒലിച്ചു പോകുന്നതൊന്നും അറിയാതെ അവരിങ്ങനെ
ഈ എന്താ പറയുക ഭരണത്തിൽ അഭിരമിച്ച് അതിൻ്റെ സ്വപ്നലോകത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അത് അർഹിക്കുന്ന നാശം അതിലേക്ക് വീണുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് അർഹിക്കുന്ന നാശമാണ്. കാരണം ലോകം മുഴുവൻ നശിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഇനിയും നിലനിൽക്കാൻ സാധിക്കും എന്ന് കാണുന്നത് തന്നെ ഒരു രാഷ്ട്രീയ വിഡ്ഢിത്തരമാണല്ലോ. അപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ സ്വാഭാവിക അന്ത്യത്തിലേക്ക് എത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ പിണറായി വിജയൻ്റെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ. 7 റൗണ്ട് എണ്ണുന്ന വരെ പിന്നിലായിരുന്നു. അതിനുശേഷം കഷ്ടിപുഷ്ടി കയറി വന്നു, ഒരു 15,000-17,000 വോട്ടിലേക്ക് എത്തി, ജയിച്ചു എന്ന് വേണമെങ്കിൽ ടെക്നിക്കലി പറയാം. എന്തായിരിക്കും ഇന്ന് പിണറായിൻ്റെ ഒരു ഭാവി? കേരള രാഷ്ട്രീയത്തിലെ ഒരു ട്രാജഡിയാണ് പിണറായി വിജയൻ. കാരണം പിണറായി പാറയിൽ നിന്ന് ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പിണറായി വിജയനിലൂടെ അന്ത്യകൂദാശ ചെയ്യപ്പെടുക എന്നത് അത് യാഥാർത്ഥ്യമായിരിക്കുക. അതിനൊരു നിമിത്തമായിട്ടുള്ള പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ആദർശത്തെ കേരളത്തിൽ നിന്ന് മുക്തമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് വിരോധികൾ ഭാവിയിൽ പാടിപ്പുകഴ്ത്താൻ സാധ്യതയുണ്ട്. അതാണ് തോന്നുന്നത്. ഈ പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ ശരിക്കും CPM കോട്ട തകർന്നു. മട്ടന്നൂരൊക്കെ ആണെങ്കിൽ മട്ടന്നൂർ കഴിഞ്ഞ തവണ 50,000-ന് 60,000 ലീഡ് കിട്ടിയ സ്ഥലം ഇത്തവണ വളരെ ചുരുക്കമാണ് ലീഡ് വി കെ സനോജൊക്കെ. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒന്ന് ആദർശം പണ്ടേ നഷ്ടപ്പെട്ടു. സംഘടനാ സംവിധാനവും അതോടൊപ്പം തന്നെ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങളും പാർട്ടിയുടെ പെയ്ഡ് സംവിധാനവും കൊണ്ട് മാത്രം നിലനിന്നിരുന്നതാണ്. അപ്പോൾ ആദർശമുണ്ടായിരുന്ന സമയത്തുള്ള സംഘടനാ സംവിധാനം ആദർശാധിഷ്ഠിതമായിരുന്നു. ആദർശാധിഷ്ഠിതമായിട്ടുള്ള സംഘടനാ സംവിധാനം നഷ്ടപ്പെട്ടപ്പോൾ സംഘടനാ സംവിധാനത്തെ പെയ്ഡ് സിസ്റ്റത്തിലൂടെ കോർപ്പറേറ്റ് കമ്പനികളെ പോലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ശമ്പളം, ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് ശമ്പളം, അങ്ങനെയൊക്കെ ശമ്പളം കൊടുത്ത് ഒരു സംഘടനാ സിസ്റ്റവും കൊണ്ടുവന്നു. അതിനുശേഷം ഭരണത്തിൻ്റെ എന്താ പറയുക ആനുകൂല്യങ്ങളും പുറംവാതിൽ നിയമനങ്ങളും അതിൻ്റെ പേരിലുള്ള അഴിമതിയും ഒക്കെ കൊണ്ട് ഈ പെയ്ഡ് സംഘടനാ സിസ്റ്റം അഴിമതിയാൽ മൂടപ്പെട്ടൊരു സിസ്റ്റമായിട്ട് മാറി. ഇത് രണ്ടുമാണ് ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെയും നശിപ്പിച്ചിട്ടുള്ളത്. അധികാരവും അഴിമതിയും ആണ്. ഈ അധികാരവും അഴിമതിയും കേരളത്തിൽ ഒരുമിച്ച് വന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് 1917 ബോൾഷവിക് വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന് ലോകത്തിലെ 1/3 ഭാഗത്തോളം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എങ്ങനെയാണോ തകർന്നത്, ആ തകർച്ച കേരളത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചു. അത് അധികാരവും അഴിമതിയും ഒരുമിച്ച് ചേർന്നപ്പോഴുണ്ടായതാണ്. അത് ഒരു ഇവിടെ സംഭവിച്ചത് ഒരു കുടുംബത്തിലേക്ക് സർവ്വാധികാരങ്ങൾ ചെന്നെത്തി. പോളിറ്റ് ബ്യൂറോയേക്കാൾ വലുതായിരുന്നു നമ്മുടെ പിണറായി വിജയൻ്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ആ കുടുംബത്തോടുകൂടി കമ്മ്യൂണിസം നശിച്ചിരിക്കുന്നു. ഇനി ഈ കമ്മ്യൂണിസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ കമ്മ്യൂണിസത്തിന് ഇനി ആരെയും ഒന്നും പറഞ്ഞ് എന്താ പറയുക അവരുടെ മനസ്സിലേക്ക് കയറാൻ ഇനി കമ്മ്യൂണിസത്തിൽ ഒരു അവശേഷിപ്പുമില്ല. ആദർശം പറഞ്ഞ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യുവാക്കളെ കൊണ്ടുവരാൻ സാധിക്കില്ല. അവർക്ക് അവരുടെ സംഘടനാ സംവിധാനത്തിൽ അഭിമാനം കൊണ്ടിട്ട് ആരെയും കൊണ്ടുവരാൻ സാധിക്കില്ല. അവരുടെ മൂല്യബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരാളിനെയും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ അവരുടെ ഭാവിയെ സംബന്ധിച്ച് എന്തെങ്കിലും ശുഭകരമായിട്ടുള്ള പ്രതീക്ഷ കൊടുത്തിട്ട് ഒരാളിനെയും കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ഇനി കമ്മ്യൂണിസത്തിൽ പ്രസക്തിയില്ല. അത് കേരളത്തിന് ബോധ്യപ്പെട്ട കേരള ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അവശേഷിപ്പായിരുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ച തെരഞ്ഞെടുപ്പായിട്ട് ചരിത്രം എഴുതും. ഒറ്റൊരു ചോദ്യം കൂടെ, എന്തായിരിക്കും UDF സർക്കാരിനെ കുറിച്ചുള്ള പ്രഡിക്ഷൻ? UDF സർക്കാർ 5 വർഷം തയ്ക്കാൻ പറ്റുമോ? ഒരു എന്താ പറയുക, ഇടതിനെതിരായിട്ടുള്ള വികാരത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടൊരു സർക്കാരാണ്. ഈ സർക്കാരിനെ ഉയർത്തിയെടുത്തതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം വളരെ വലിയ ഘടകമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പഴയ മുസ്ലിം ലീഗല്ല, ജമായത്തി ഇസ്ലാമി വൽക്കരിക്കപ്പെട്ട മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ 16 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് ഒരു പൊതുവേദിയിൽ വെച്ച് പഠിച്ച് മികവ് നേടിയ കുട്ടിക്ക് അവാർഡ് കൊടുക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിം ലീഗാണ്.
അതോടൊപ്പം തന്നെ തുർക്കിയിലെ ഈ ക്രിസ്ത്യൻ പള്ളി ഭീകരവാദികൾ അടിച്ചു തകർക്കുമ്പോൾ ആ ഭീകരവാദികൾക്ക് വേണ്ടി ലേഖനമെഴുതിയ പ്രസിഡൻ്റുള്ള മുസ്ലിം ലീഗാണ്. അപ്പോൾ ആ മുസ്ലിം ലീഗ് ജമായത്തിവൽക്കരിക്കപ്പെട്ട മുസ്ലിം ലീഗാണ്. അങ്ങനെയുള്ള മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് ചേർന്ന് ഈ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള നെഗറ്റീവ് അന്തരീക്ഷം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വരികയാണ്. ഈ സർക്കാർ എങ്ങനെ പോകും എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളം ഭാവിയിൽ മനസ്സിലാക്കും. എന്തായാലും കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്കെതിരെ ശബ്ദിക്കാൻ പറ്റുന്ന, നിയമസഭയ്ക്കകത്ത് പ്രതികരിക്കാൻ പറ്റുന്ന 3 MLA-മാർ ഉണ്ട്. ഐകകണ്ഠേന അഴിമതിയും രാജ്യദ്രോഹവും പോലെയുള്ള കാര്യങ്ങളിൽ രാജ്യം പാസ്സാക്കുന്ന നിയമങ്ങൾക്കെതിരെ രാജ്യദ്രോഹപരമായിട്ടുള്ള സമീപനങ്ങൾ, വർഗീയ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന സമീപനങ്ങൾ, അഴിമതി, ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഇനി ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കി കേരളത്തെ വിഡ്ഢിയാക്കാൻ കേരള നിയമസഭയ്ക്ക് സാധിക്കില്ല. കേരള നിയമസഭയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കാണിക്കുന്ന എല്ലാ അഴിമതിയും രാജ്യദ്രോഹപരമായിട്ടുള്ള സമീപനങ്ങളെയും ചോദ്യം ചെയ്യാൻ, കീറിമുറിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ, അതിന് പ്രതിബന്ധം സൃഷ്ടിക്കാൻ പോകുന്നൊരു ശക്തിയായി BJP-യുടെ MLA-മാർ അസംബ്ലിക്കുള്ളിലുണ്ടാകും. ഒറ്റ ചോദ്യം കൂടെ. ഇന്നലെ ഒരു മീഡിയ ചർച്ചയ്ക്കിടയിൽ അവർ പറയുകയാണ് പശ്ചിമബംഗാളായിരുന്നു ഇത്തവണത്തെ BJP-യുടെ നാഷണൽ ടാർഗറ്റ്, കേരളമായിരുന്നില്ല. കേരളം 2031-ലോ 36-ലോ ആയിരിക്കാം ടാർഗറ്റ്. എന്താണ് BJP നേതൃത്വത്തിന് പറയുക? അല്ല, ടാർഗറ്റിൻ്റെ ഇപ്പം 31 33 എന്നുള്ളതൊന്നുമല്ല. പഞ്ചാബ് വരും ദിവസങ്ങളിൽ BJP ആവും. ത്രിപുരയിൽ 25 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാൻ കേവലം 2 വർഷം, ഏകദേശം 500 ദിവസമേ വേണ്ടി വന്നുള്ളൂ BJP-ക്ക്. 2016-ൽ 3 MLA-മാരുണ്ടായിരുന്ന പശ്ചിമ ബംഗാളിൽ 3500 ദിവസം കൊണ്ട് 2/3 ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്താൻ സാധിച്ചു. BJP-ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. കേരളത്തിൽ BJP-ക്ക് പാകമായ രാഷ്ട്രീയ സാഹചര്യം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏത് സമയത്തും അതിലേക്ക് BJP-ക്ക് പൂർണ്ണമായി പ്രവേശിക്കാനും കേരള രാഷ്ട്രീയത്തിൽ BJP-ക്കും വികസനത്തിനും ദേശീയതയ്ക്കും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് നടത്താനും സാധിക്കും. അത് അനധിവിദൂര ഭാവിയിൽ തന്നെ അത് സംഭവിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്തായാലും വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. നമസ്കാരം.